പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആദ്യ ശനിയാഴ്ച വീണ്ടും അട്ടപ്പാടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ PDM പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി ബഹുമാനപ്പെട്ട സേവകമഠാലിഷൻ അംഗമായിട്ടുള്ള സന്യാസ സമൂഹമാണ്. അവിടെ ബ്രദേഴ്സിൻ്റെ വെസ്റ്റീഷനാണ്, 9 പേരുടെ വെസ്റ്റീഷനാണ്. നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ആദ്യത്തെ, അതായത് 2026 ആദ്യത്തെ ഞായറാഴ്ച നാളെ വരാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്നത്, നാളത്തെ കുർബാനയിൽ നിയോഗം വയ്ക്കേണ്ടത്, അത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14:18 വചനം പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഇന്ന് ഒരുപാട് വ്യക്തികളുടെ ഒരു സ്വകാര്യ ദുഃഖമാണ്, ആരും എനിക്കില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. പറയുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, പങ്കാളിയുണ്ട്, വികാരിച്ചനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ആരെന്നും മനസ്സിലാക്കുന്നില്ലല്ലോ കർത്താവേ. ഇത് ശരിക്കൊരു വേദനയാണ് സഹോദരങ്ങളെ. ഇത് വേറൊരാൾക്കും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഈ ലോകത്തിൽ എത്ര വലിയ ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും, ഭയങ്കര ആത്മസുഹൃത്താണെന്ന് പറഞ്ഞാലും, അവർക്കൊക്കെ നമ്മെ മനസ്സിലാക്കുന്നതിൽ, നമ്മെ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുന്നതിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ഈശോയുടെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ അവധില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം, യേശുവിൽ നിന്ന് സ്വായത്തമാക്കേണ്ട ആ സ്നേഹം സൃഷ്ടവസ്തുക്കളിൽ, മറ്റു വ്യക്തികളിലൊക്കെ തേടിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൃഗങ്ങളിൽ, വളർത്തുമൃഗങ്ങളൊക്കെ തേടിപ്പോയി കഴിഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കിട്ടുമോ? അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് നാളത്തെ ഞായറാഴ്ചയിലെ, ആദ്യത്തെ ഞായറാഴ്ചയിലെ ബലിയർപ്പണത്തിൽ ഹൃദയം കൊണ്ട് കർത്താവെ, അങ്ങേ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ ഞങ്ങളെ, ഈശോയെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഈശോ നമ്മെ മനസ്സിലാക്കുന്നത്, നമുക്ക് അത് ഫീൽ ചെയ്യും. ഈശോ നമ്മെ മനസ്സിലാക്കുന്നുണ്ട്, ഈശോൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യത്തക്ക വിധത്തിൽ ഒരു ആത്മബന്ധം യേശുവുമായിട്ട് ഉണ്ടാക്കാനായിട്ട് സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.